പാവപ്പെട്ടവർക്ക് കൊടുക്കേണ്ട അവരെ രക്ഷിച്ചെടുക്കുന്ന എന്തോ ഒരു ജീവകാരുണ്യ പ്രവർത്തനമായിട്ടാണ് ഇവർ ഈ സംവരണത്തെയൊക്കെ മനസ്സിലാക്കുന്നത്. മൂന്നാമത്തെ സ്ഥാനമാണ് പട്ടികജാതിക്കാർക്കുള്ളത്. ഏറ്റവും കൂടുതൽ റിസർവേഷൻ ലഭിക്കുന്നത് ഈഴവർക്കായിരിക്കെ അതിന്റെ പേരിൽ പഴി കേൾക്കുന്നത് പട്ടികജാതിക്കാരാവുന്നത് എന്തുകൊണ്ട്? സംവരണത്തെക്കുറിച്ച് ഇന്ത്യക്കകത്ത് നടക്കുന്ന സംവാദങ്ങൾ വസ്തുതകളോട് ചേർന്ന് നിൽക്കുന്നവയല്ല. അത് പലപ്പോഴും മുൻവിധികളാണ് അതിനെ നയിക്കുന്നത്. രണ്ട് പ്രധാനപ്പെട്ട തെറ്റിദ്ധാരണകളാണ് സംവരണത്തെക്കുറിച്ചുള്ളത്. അതിലൊന്ന്, ഇത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് മാത്രം കൊടുക്കുന്ന എന്തോ ഒരു കാര്യമാണ്, ഒരു അനധികൃത ഇടപാടാണ്. അവർക്ക് യഥാർത്ഥത്തിൽ അർഹതയൊന്നുമില്ല, പിന്നെ ഗവൺമെൻറ് അവർക്ക് കൊടുക്കുന്നു, പക്ഷെ അവർക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ. അതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു തെറ്റിദ്ധാരണ. ഈ തെറ്റിദ്ധാരണയിൽ നിൽക്കുന്നവരാണ് സംവരണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യവും എന്തോ പട്ടികജാതിക്കാരുടെ കാര്യമാണെന്ന് വിചാരിച്ച് അഭിപ്രായം പറയും. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സംവരണം എന്നത് SC/ST വിഭാഗങ്ങൾക്ക് മാത്രം കിട്ടുന്ന ഒരു ഭരണഘടനാ സംരക്ഷണമല്ല. ഇന്ത്യയിലെ നൂറുകണക്കിന് വിഭാഗങ്ങൾക്ക് പ്രത്യേക പരിഗണന ഇന്ത്യൻ സ്റ്റേറ്റ് കൊടുക്കുന്നുണ്ട്. മുൻ പട്ടാളക്കാർ, ഭിന്നശേഷി ഉള്ളവർ, പിന്നോക്ക ജനവിഭാഗങ്ങൾ, മതന്യൂനപക്ഷങ്ങൾ, ഇങ്ങനെ നിരവധി വിഭാഗങ്ങൾക്ക് കിട്ടുന്ന ഒരു ഭരണഘടനാ സംരക്ഷണമാണ് സംവരണമെന്ന് പറയുന്നത്. അതൊരു തെറ്റിദ്ധാരണയിൽ നിന്നാണ് പട്ടികജാതിക്കാരെ പഴി ചാരുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ സംവരണം നമ്മളൊന്ന് പരിശോധിച്ചാൽ, കേരള സ്റ്റേറ്റ് സംവരണം എന്ന് പറയുന്നത് കേന്ദ്ര സംവരണമുണ്ട്, സ്റ്റേറ്റ് സംവരണമുണ്ട്. കേരള സ്റ്റേറ്റിലെ സംവരണം നോക്കിയാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സംവരണമുള്ള വിഭാഗം പിന്നോക്ക വിഭാഗങ്ങളാണ്, ഈഴവരാണ്. 14% അവർക്ക് സംവരണം, ഈഴവർക്ക് മാത്രം. ബാക്കിയുള്ള പിന്നോക്ക വിഭാഗങ്ങൾ കൂട്ടാതെ അവർ വലിയൊരു ജനസംഖ്യയാണ് കേരളത്തിലെ, 25% വരുന്ന ഒരു ജനസംഖ്യയുമാണ്. അവർക്ക് കിട്ടട്ടെ, അവർക്ക് ലഭിക്കേണ്ടതാണ്. അവരതിന് യോഗ്യരാണെങ്കിൽ അവർക്ക് ലഭിക്കട്ടെ എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. രണ്ടാം സ്ഥാനമുള്ളത് മുസ്ലിങ്ങൾക്കാണ്, 11%. മൂന്നാമത്തെ സ്ഥാനമാണ് പട്ടികജാതിക്കാർക്കുള്ളത്, 8%. പക്ഷേ ഈ പറയുന്ന വിഭാഗങ്ങൾ കൂടി സംവരണമെന്ന് കേൾക്കുമ്പോൾ പട്ടികജാതിക്കാരുടെ നേരെ രൂക്ഷമായി നോക്കുക, നിങ്ങളെല്ലാം അടിച്ചുകൊണ്ട് പോവുകയാണെന്നുള്ളതിനൊക്കെ സംഭവം വരും. അടിസ്ഥാനപരമായി തന്നെ തെറ്റിദ്ധാരണയിൽ നിന്ന് വരുന്നൊരു കാര്യമാണത്. നമ്മളതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് മനസ്സിലാക്കപ്പെടാത്തത് കൊണ്ടാണ് ഈ സംവരണത്തിൻ്റെ എല്ലാ പഴികളും കേൾക്കാൻ ദളിതർ വിധിക്കപ്പെടുന്നത്. പിന്നെ അതിനകത്തുള്ള രണ്ടാമത്തെ തെറ്റിദ്ധാരണ, ഇത് പാവപ്പെട്ടവർക്ക് കൊടുക്കേണ്ട എന്തോ ഒരു കാര്യമാണ് എന്നതാണ്. അതും ഒരു തെറ്റിദ്ധാരണയിൽ നിന്നുണ്ടാവുന്ന. ഇന്ത്യൻ ഭരണഘടന ചില വിഭാഗങ്ങളെ ഒരു ലിസ്റ്റിൽ പെടുത്തിയിരിക്കുന്നത്, അത് പട്ടിക ജാതിക്കൊരു ലിസ്റ്റുണ്ട്, പട്ടിക വർഗത്തിന് ലിസ്റ്റുണ്ട്, സ്റ്റേറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് ലിസ്റ്റുണ്ട്, അതിപിന്നോക്ക വിഭാഗങ്ങൾക്ക് ലിസ്റ്റുണ്ട്. പട്ടികക്കാർക്ക് മാത്രമല്ല ലിസ്റ്റുള്ളത്, എല്ലാവർക്കും ആ കാറ്റഗറിയിൽ പെടുന്നതിൻ്റെ ഒരു ലിസ്റ്റുണ്ട്. ആ ലിസ്റ്റിൽ പെടുന്ന ജാതികൾ പിന്നോക്കമാണെന്ന് ബോധ്യപ്പെട്ടാൽ സ്റ്റേറ്റ് കണക്കെടുക്കുമ്പോൾ അവർക്ക് മതിയായ പ്രാതിനിധ്യം സ്റ്റേറ്റിലില്ല, സ്റ്റേറ്റിലെ ഉദ്യോഗസ്ഥന്മാരിലില്ല, അധ്യാപകരിലില്ല എന്നൊക്കെ ബോധ്യപ്പെട്ടാൽ അവർക്ക് പങ്കാളിത്തം കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് റിസർവേഷൻ എന്ന് പറയുന്നൊരു കാര്യം. അതിന് സാമ്പത്തികം ഒരു മാനദണ്ഡമേ ആയിരുന്നില്ല. ഈ മോഡി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് സാമ്പത്തികം ഒരു മാനദണ്ഡമാക്കി മാറ്റിയത്. അതിൻ്റെ കഥ വേറെ, അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ പ്രാതിനിധ്യം കിട്ടാതെ പോകുന്ന വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം ഉറപ്പ് ചെയ്യുന്ന ഒരു ഭരണഘടനാ സംവിധാനമാണ് റിസർവേഷൻ എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ട് പാവപ്പെട്ടവർക്ക് കൊടുക്കേണ്ട അവരെ രക്ഷിച്ചെടുക്കുന്ന എന്തോ ഒരു ജീവകാരുണ്യ പ്രവർത്തനമായിട്ടാണ് ഇവർ ഈ സംവരണത്തെയൊക്കെ മനസ്സിലാക്കുന്നത്. റിസർവേഷൻ ഇസ് എ റൈറ്റ്, അതൊരവകാശമാണ്. എന്തുകൊണ്ടെന്നാൽ എനിക്കത് അവകാശമായിരിക്കുന്നത് ഞാൻ ഉൾപ്പെടുന്ന സാമൂഹ്യ വിഭാഗങ്ങൾക്ക്
മതിയായ പ്രാതിനിധ്യം കിട്ടിയിട്ടില്ല എന്നതുകൊണ്ടാണ്. ഈ രാഷ്ട്രത്തിനകത്ത് ജീവിക്കുന്ന എല്ലാ ജനവിഭാഗങ്ങൾക്കും ഈ സ്റ്റേറ്റ് മിഷണറിയിൽ പങ്കാളിയാകാനുള്ള അവകാശമുണ്ട്. ഈ അവകാശം എനിക്ക് നിഷേധിക്കപ്പെട്ടാൽ, ഞാൻ ഉൾപ്പെടുന്നൊരു വിഭാഗത്തിന് നിഷേധിക്കപ്പെട്ടാൽ, അത് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം സ്റ്റേറ്റിനുണ്ട്. സ്റ്റേറ്റാണത് ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് തർക്കമുള്ളവർ സ്റ്റേറ്റിനോടാണ് കാര്യങ്ങൾ പറയേണ്ടത്, സംവരണീയരോടല്ല. സ്റ്റേറ്റിനോട് പറയണം, നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ലെന്ന് പറയണം. സ്റ്റേറ്റ് ആ നിയമം മാറ്റി എഴുതണമെന്ന് പറഞ്ഞു. അതല്ല സംവരണം മേടിക്കുന്നവർ മുഴുവൻ കുറ്റവാളികളാണെന്ന് പറയുന്ന സാമൂഹ്യ വിരുദ്ധമായ ആശയം, ഒരു മുൻവിധി നമ്മുടെ സമൂഹം കൊണ്ട് നടക്കുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ സംവരണം എന്താണെന്നോ അത് എവിടെ നിന്നാണ് വന്നെന്നോ അതിൻ്റെ ഭരണഘടനാ തത്വം എന്താണെന്നൊന്നും മനസ്സിലാക്കാത്ത വിഭാഗമാണ് സംവരണത്തിനെതിരെ പറയുകയും അത് പട്ടികജാതിക്കാരാണ് സംവരണീയർ, ബാക്കി ആരും സംവരണീയരല്ലെന്നുള്ള അതിനേക്കാൾ വലിയൊരു തെറ്റിദ്ധാരണ. ആ കൂടി പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള അധിക സംവരണം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ റിസർവേഷനാണ്, തിരഞ്ഞെടുക്കപ്പെടാനുള്ള അവകാശം. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പൊതുമണ്ഡലത്തിൽ ഇവ നിന്ന് അവരെ ജയിപ്പിക്കില്ല. അതുകൊണ്ടാണ്. ഇത് മനസ്സിലാക്കാനായിട്ട് PhD ഒന്നും വേണ്ടെന്നേ. നമ്മുടെ സമൂഹത്തിൽ പത്രം ഒന്ന് നന്നായിട്ട് വായിച്ചാൽ മതി. അതുപോലും ചെയ്യാത്തവരാണ് ഇത്തരം വിദണ്ഡവാദങ്ങൾ യഥാർത്ഥത്തിൽ ഉന്നയിക്കുന്നത്. നിന്റെ അച്ഛന് സർക്കാർ ജോലി ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഈ സ്റ്റൈഫൻഡ്? ഈ റിസർവേഷനൊക്കെ എടുത്ത് കളഞ്ഞിട്ട് സാമ്പത്തിക സംവരണമാണ് നടപ്പിലാക്കേണ്ടത് എന്ന് പറയുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ ഈ സ്റ്റൈഫൻഡ് എന്നത് സംവരണ ജാതിക്കാർക്ക് മാത്രമായി കിട്ടുന്നതാണോ? അല്ല, പാവപ്പെട്ടവർക്ക് സംവരണം ഏർപ്പെടുത്തിയത് ഈ പുള്ളി അറിഞ്ഞില്ലേ, ഈ ചോദ്യകർത്താവ്? ഇന്ത്യക്കകത്ത് പാവപ്പെട്ടവരില്ല, സവർണരിൽ പാവപ്പെട്ടവർക്ക് 10% കേരളത്തിൽ സംവരണം ഉള്ളത്. 10%. ഒരു 10% ഇല്ല. അവർ മൊത്തം ജനസംഖ്യ 10% ഉള്ള. അവരിൽ പാവപ്പെട്ടവരാണെന്ന് പറയുന്നവർ അതിനകത്ത് 1% പോലും കാണിയല്ല. എന്നൊരു സമ്പത്ത് മുഴുവൻ കൈവശം വെച്ചിരിക്കുന്ന ഒരു വിഭാഗമാണ് ഇവർ. ഇതിനകത്തൊരു തെറ്റിദ്ധാരണയുണ്ട്, അതൊന്ന് പരിഹരിക്കേണ്ടതാണ്. ഈ വിദ്യാഭ്യാസത്തിലെ സാമ്പത്തിക ആനുകൂല്യങ്ങൾ, വിദ്യാർത്ഥികൾക്ക് കിട്ടുന്ന ആനുകൂല്യത്തിൽ സാമ്പത്തിക മാനദണ്ഡം ഇല്ലെന്നാണോ വിചാരിച്ചതാണ്? സാമ്പത്തിക മാനദണ്ഡമുണ്ട്. എൻ്റെ അച്ഛൻ സർക്കാർ ജോലിക്കാരനല്ലേ, നിനക്ക് സ്റ്റൈഫൻഡ് ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഈ സർക്കാർ കൊടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന സാമ്പത്തിക പിന്തുണയിൽ സാമ്പത്തിക ഗ്രാൻഡ് കൊടുക്കുമ്പോൾ ഈ വീട്ടിലെ വരുമാനവും അച്ഛൻ്റെ വരുമാനവും അമ്മയുടെ വരുമാനമൊക്കെ പരിഗണിച്ച് തന്നെയാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അല്ല നിരുപാധികം കുറേ പേർക്ക് വെറുതെ പൈസ കൊടുക്കുകയല്ല ചെയ്യുന്നത്. ഇന്ത്യൻ ഭരണഘടന 43-ാം വകുപ്പ് പ്രകാരം ഇന്ത്യയിലെ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ പുരോഗതിക്കായി സർക്കാർ പ്രത്യേകം പരിശ്രമിക്കേണ്ടതാണെന്നാണ് ആ വകുപ്പ് പറയുന്നത്. ആ പരിശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ചെറിയ സാമ്പത്തികം, ഇത് എത്ര രൂപയുണ്ടെന്നാണ് ഈ പറയുന്നത്? ഇവിടെ ന്യൂനപക്ഷ സ്കോളർഷിപ്പിനേക്കാൾ കുറവാണ് പട്ടികക്കാർക്ക് കിട്ടുന്ന സ്റ്റൈഫൻഡ് എന്ന് പറയുന്നത്. ന്യൂനപക്ഷ സ്കോളർഷിപ്പാണ് കൂടുതൽ, വലിയ തുക. ഞാനത് തമ്മിൽ കമ്പയർ ചെയ്യുമല്ല, പക്ഷേ ഇതൊന്നും അറിയാൻ പാടില്ലാതെ വെറുതെ പട്ടികക്കാരെ ദളിതരെ ആക്ഷേപിക്കാൻ വേണ്ടി മാത്രം കുറേ ആൾക്കാർ ഇങ്ങനെ വന്നിട്ട് നിങ്ങൾ സ്റ്റൈഫൻഡ് മേടിച്ചിട്ട് പോകുന്നത് എന്തിനാണ്? ഇവർക്ക് പരാതി ഉണ്ടെങ്കിൽ, ഈ വിഷയത്തിൽ പരാതി ഉണ്ടെങ്കിൽ ഇവർ സ്റ്റേറ്റിനോടാണ് ചോദിക്കേണ്ടത്. രണ്ടാമതൊരു കാര്യം, കേരളത്തിൽ കുമാരപിള്ള കമ്മീഷൻ എന്ന് പറയുന്ന കമ്മീഷൻ്റെ ഒരു വ്യവസ്ഥ നടപ്പിലാക്കുന്നത്. ആർക്കതിൻ്റെ ആനുകൂല്യം കിട്ടുന്നത്? പട്ടികക്കാർക്കാണോ? അല്ലല്ലോ, ഈഴവർക്കാണ് മുഖ്യമായി ഇത് കിട്ടുന്നത്, പിന്നോക്ക ജാതികൾക്ക്. അതിലേറ്റവും പ്രബല വിഭാഗമായ ഈഴവരാണ് അതിൻ്റെ ഗുണഭോക്താക്കൾ. വിദ്യാർത്ഥികൾക്ക് ഈ മാസാമാസം സ്റ്റൈഫൻഡ് പോലെ സ്കോളർഷിപ്പ് കൊടുക്കുന്ന സ്കീം എത്രയോ വർഷങ്ങളായിട്ട് കേരളത്തിലുണ്ട്. ഇതൊന്നും അറിയാൻ പാടില്ലാത്തവരോട് ഉത്തരം പറയേണ്ട യാതൊരു ബാധ്യതയും എനിക്കില്ല. അതുകൊണ്ട് ഇതൊക്കെ ചോദിക്കുമ്പം പ്രാഥമികമായ കാര്യങ്ങളൊന്ന് പഠിക്കണം.